the taste of your mind. Kiwi ice cream. Chill the fun. എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് പോപ്പുലർ ഫ്രണ്ടിനെ ഇത്രത്തോളം ഭയപ്പെടുന്നത്? തൻ്റെ നിലനിൽപ്പിന് തന്നെ അവർ വലിയ തിരിച്ചടിയാകുമെന്ന് യോഗി കരുതിയത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിൽ എവിടെ നിന്ന് പോപ്പുലർ ഫ്രണ്ടുകാരനെ ലഭിക്കുന്നുവോ അവിടെയൊക്കെ പോയി കൃത്യമായ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യാൻ യോഗി പ്രഖ്യാപിച്ചതിന് പിന്നിലെ കാരണം എന്താണ്? അതെ, യോഗി ആദിത്യനാഥ് പോപ്പുലർ ഫ്രണ്ടിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തർപ്രദേശിലെ തെരുവുകളിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയുമാണ് യോഗി ആദിത്യനാഥ് ഭയപ്പെട്ടു തുടങ്ങിയത്. അതിൽ ചില സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ചുക്കാൻ പിടിച്ചത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു. വളരെ സമാധാന അന്തരീക്ഷത്തിലൂടെ തന്നെയായിരുന്നു അവർ ഉത്തർപ്രദേശിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചത്. പക്ഷേ യോഗിയുടെ പോലീസിന്റെ FIRൽ അങ്ങനെയല്ലായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാരെ കുറിച്ച് പോലീസ് എഴുതി വെച്ചത്. 48ഓളം വരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അവർ അറസ്റ്റ് ചെയ്ത് 1 മാസം തടവിലാക്കി. അവർ അവരുടെ FIRൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഈ 48ഓളം വരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ തങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും തങ്ങളുടെ കൂടെയുള്ള പോലീസുകാരെ പിടിച്ച് ക്രൂരമായി ആക്രമിക്കുകയും വിവാദ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധങ്ങൾക്കുള്ളിൽ നിന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് UP പോലീസിന്റെ FIRൽ ഈ 48 പേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1 മാസത്തിന് ശേഷം ബിജാനൂർ കോടതിയിൽ ഈ 48 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ബിജാനൂർ കോടതി ജഡ്ജ് അവിടെയുള്ള പോലീസുകാരോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ? അതായത് നിങ്ങൾക്ക് നേരെ ഇവർ വെടിവെച്ചു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ ദൃശ്യം എവിടെ? മറ്റൊരു കാര്യം, നിങ്ങളെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകുമല്ലോ. ആ പരിക്കേറ്റതിൻ്റെ ആശുപത്രി രേഖകൾ എവിടെയാണ്? വിവാദ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ മുദ്രാവാക്യങ്ങളുടെ ദൃശ്യങ്ങൾ എവിടെയാണ്? ഇത് ഉടൻ നൽകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഉടൻ തന്നെ പോലീസിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു, ഞങ്ങളുടെ പക്കലിൽ ഒരു തെളിവുമില്ല എന്ന്. ഒരു കാരണവുമില്ലാതെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് 48ഓളം വരുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ജയിലിനകത്ത് കിടത്തി എന്നുള്ള മഹാസത്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരു തെളിവുമില്ലാതെയാണ് അവരെ വലിയ വകുപ്പുകൾ ചുമത്തി ജയിലിനകത്ത് കിടത്തിയത്. ബിജാനൂർ കോടതിയിലെ ജഡ്ജ് മാന്യനായതുകൊണ്ട്, നീതിമാനായതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ജാമ്യം ലഭിച്ചു. ഇപ്പോഴിതാ 108 പേരെ യോഗി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ തങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന് യോഗി പോലീസ് വിശദീകരണം നൽകുമ്പോൾ അതല്ല വിഷയമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. വിഷയം നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പേടിയാണ്, ഭയമാണ്. അതിൻ്റെ കാരണം അവരുടെ ആർജവമാണ്. തെരുവുകളിൽ കയറിയിട്ട് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്, പിന്നോക്ക വിഭാഗക്കാർ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച്, ആദിവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പച്ചയായ ഭാഷയിൽ തെരുവുകളിൽ വിളിച്ചു പറയുമ്പോൾ അവർക്ക് പിന്നിൽ ആയിരങ്ങൾ അണിനിരക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി. ആ ആയിരങ്ങൾ പിന്നീട് 10,000-ങ്ങളായി മാറുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ 10,000-ങ്ങൾ ലക്ഷങ്ങളായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടുന്നത് എന്നുള്ളത് പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മതേതരത്വ വിശ്വാസിക്കും തിരിച്ചറിയാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. എന്തിനാണ് ഈ കപട നീക്കം? ഈ കപടമുഖം നിങ്ങൾ വലിച്ചെറിയില്ല എന്ന സത്യം തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിന് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നിരപരാധികളെ വേട്ടയാടിക്കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കാനും വിരൽ ചൂണ്ടാനും രാജ്യത്ത് ഒരുപാട് പൊതുജനമുണ്ട്. ഇന്നും നട്ടെല്ല് പണയപ്പെടുത്താത്ത മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമ സ്ഥാപനമുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരെ വേട്ടയാടുന്ന യോഗി സർക്കാരിൻ്റെ ഈ കരിനീക്കത്തിനെതിരെ കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.